വേണമെന്നല്ലേ പറഞ്ഞത്? അയൽപക്ക ബന്ധങ്ങൾ വൻ മതിലുകൾക്കിടയിൽ തടർന്നു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന കാഴ്ചകൾ, മനസ്സുകൾക്കിടയിൽ മതിൽ വീഴുന്നത്, അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഒരാൾ ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് പോകുമ്പോ അയാളുടെ ഉമ്മയുടെ സഹോദരൻ അമ്മാവൻ, അങ്ങനെ പറയാം, അമ്മാവൻ എന്നല്ലേ പറയാ, അമ്മാവൻ ഹജ്ജിന് പോകുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, 10,000 കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മദീനയിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിലെത്തിയാൽ, ഹബീബിന്റെ നാട്ടിലെത്തിയാൽ അവിടെ ഏതെങ്കിലും പാവപ്പെട്ട മിസ്കീന്മാരുണ്ടെങ്കിൽ അവരിൽ ആർക്കെങ്കിലും എന്റെ ഈ 10,000 ദിർഹം നിങ്ങൾ സ്വതക്കയായി കൊടുക്കണം, മദീനയിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടുകാർക്ക്. മദീനയിലൊക്കെ കുറെ യാചിക്കുന്നവരെ കാണാൻ പറ്റില്ലേ? മദീനത്തും മക്കത്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യാ? ചില പെൺകുട്ടികളൊക്കെ നല്ല കൈ മടക്കി പിടിച്ചിട്ട് കൈ മുറിഞ്ഞിക്കണോന്ന് പറഞ്ഞിട്ടിരിക്കണ കാണാം ഹറമിന്റെ ഒക്കെ മുമ്പിൽ. എന്താ ചെയ്യാ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മദീനയിൽ ചെന്നപ്പോ നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാനൊരു മുത്താലിമാന്ന് വിചാരിച്ചു, നല്ലൊരു മദീനക്കാരൻ, മക്കാരൻ കുട്ടിയെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരൻ, അന്നൊരു 18 വയസ്സൊക്കെ തോന്നും. ആ ചെറുപ്പക്കാരൻ ഹറമിന്റെ മദീന പള്ളിയുടെ മുറ്റത്ത് വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന്? അറബിയൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര താല്പര്യമായി. പിന്നെ ഞാൻ മക്കത്തുനിന്ന് വരികയാണ്, എനിക്ക് തിരിച്ചു പോകാം, ബസ് ഫെയർ ഇല്ലായിട്ട് കുടുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് വല്ലതും തരണേ, എനിക്ക് തിരിച്ചു പോകണം. അപ്പോ അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിനല്ലേ ചോദിക്കുക, നമ്മൾ തെറ്റിദ്ധരിക്കുമല്ലോ. അതേ ചെറുപ്പക്കാരന് 4 കൊല്ലം കഴിഞ്ഞപ്പോ അതേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി, ഇതേ കാരണം പറഞ്ഞു എന്നോട്. സുബ്ഹാനല്ലാഹ്, അതേ ചെറുപ്പക്കാരൻ 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്കിത് ഓർമ്മല്ല, ഈ കണ്ടുപോയ ആളാണിത്. എന്നോട് ചോദിച്ചു, ഇതന്നെ വിഷയം, മക്കത്തൊക്കെ പോവാൻ ടാക്സി ഫെയർ ഇല്ല, വല്ലതും തരണേ. പിന്നെ ഹബീബിന്റെ പള്ളിന്റെ മുമ്പിലല്ലേ, നമ്മളവിടെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളാ ചോദിച്ചത് കൊടുക്കല്ലാതെ. ഹബീബിന്റെ പള്ളിയുടെ മുറ്റത്തും പരിസരങ്ങളിലുമൊക്കെ പാവപ്പെട്ട ആളുകളെ കണ്ടുമുട്ടിയാൽ, തട്ടിപ്പുള്ളവരെന്നല്ല, പാവപ്പെട്ടവരെ കണ്ടുമുട്ടിയാൽ ഒന്ന് സ്വതക്ക ചെയ്തു പോരാ. നമുക്കറിയില്ല, അതിൽ ചിലപ്പോ അള്ളാന്റെ മലക്കുകൾ വരെ കാണുന്ന, നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ പരീക്ഷിക്കാൻ 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ ഇവന്റെ ബോധം എങ്ങനെയാണ്, ഇവന്റെ കഴിഞ്ഞ കാലം ഇവന് ഓർമ്മയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ അള്ളാന്റെ മലക്കുകൾ വരെ യാചകന്മാരുടെ രൂപങ്ങളിൽ വീടുകളിൽ വരാറുണ്ട്, വന്ന ചരിത്രം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മദീനയിലെത്തുമ്പോ സഹായിക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ്. മക്കയിലും ഹറമിലൊക്കെ ഭയങ്കര കൂലിയല്ലേ. തന്റെ അമ്മാവൻ പറഞ്ഞത്, മദീനയിലെ വീടുകളിൽ ഏതെങ്കിലും പാവപ്പെട്ട വീടുകൾ, അഫ്ഖറു ബൈത്തിൻ ഫിൽ മദീന, മദീനയിലെ വീടുകളിൽ ഏറ്റവും പാവപ്പെട്ട വീടുകളുണ്ടെങ്കിൽ ആ വീട്ടിലേക്കായി 10,000 കൊടുക്കേണ്ടത്. അന്വേഷിച്ചു ചെന്നു, ഒരുപാട് ആളുകൾ പറഞ്ഞു, ആ വീട്ടുകാർ, അവിടെയുള്ള ആ വീട്ടുകാർ അവര് വല്ലാതെ കുഴങ്ങിയവരാണ്, വളരെ പാവപ്പെട്ട വീട്ടുകാരാണ്. വാതിൽക്ക് മുട്ടി, ഒരുപാട് മുട്ടിയപ്പോ വാതിൽ തുറന്നു. ആരാന്ന് ചോദിച്ചു. റജുലും മിൻ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിൽ നിന്ന് വന്ന ആളാണ്. എന്തേ വിഷയം? നിങ്ങളാണ് മദീനയിലെ ഏറ്റവും പാവപ്പെട്ടവര് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ അമ്മാവൻ തന്ന, ഈ മദീനയിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്റെ അമ്മാവൻ തന്ന 10,000 ദിർഹം എന്റെ കയ്യിലുണ്ട്. നോക്കണം, ഒരു പാവപ്പെട്ട കുടുംബത്തിന് 10,000 ദിർഹം കിട്ടുമ്പോ ഇന്ന് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും വില? പിന്നെ അന്നത്തെ കാലം പറയാനുണ്ടോ? 10,000 ദിർഹം കയ്യിൽ വെച്ച് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾക്ക് മാതൃകയായ നല്ലൊരു അയൽവാസി പെണ്ണായിരുന്നവര് അവര് പറഞ്ഞു, നിൽക്കിൻ, ഞങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന വീടാണ് ഈ വീടിന്റെ 4 വീടപ്പുറമുള്ള ആ വീട്, ഞങ്ങളെക്കാളും കഷ്ടപ്പാടുള്ളവരാണ്. മദീനയിലെ ഏറ്റവും കഷ്ടപ്പാടുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്, അത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ. ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? വല്ല പിരിവും ചോദിച്ചു വന്നാൽ പറയും, ഞങ്ങളടുത്തില്ലട്ടോ, അവിടെ പോയി വാങ്ങിക്കോളി എന്ന് പറയില്ല. അങ്ങനെ തിരിച്ചുവിടുന്നവരുണ്ട്. ഇതെന്താ? കിട്ടുന്നതാണ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെക്കാളും കഷ്ടപ്പെടുന്നവരാണ് അവര്, ഞങ്ങളുടെ അയൽവാസികളാണ് അവർക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്ക് വേണ്ട എന്ന്. കഷ്ടപ്പെടുന്ന വീട് തന്നെ അവര് തന്നെ ഞങ്ങൾക്ക് വേണ്ട അവർക്ക് എന്ന് പറഞ്ഞ ഒരു ഈസാർ. അറബിയിൽ അതിന് ഈസാർ എന്നാ പറയാ, സാക്രിഫൈസ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്. ആ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ മുട്ടുന്നു. ആ വീട്ടിൽക്കൽ വന്ന് ചോദിച്ചു, നിങ്ങളാണോ ഇവിടുത്തെ പാവപ്പെട്ടവർ? നിങ്ങളാണ് വളരെ കഷ്ടപ്പെടുന്ന വീട്ടുകാരെന്ന് നിങ്ങളുടെ അയൽപ്പക്കത്തെ ആ വീട്ടുകാർ പറഞ്ഞു. അതുകൊണ്ട് 10,000 ദിർഹം നിങ്ങൾ വാങ്ങിക്കണം.
അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു ഇതൊക്കെ മദീനയുടെ പ്രത്യേകതകളാണ്, മദീനയുടെ മണ്ണിന്റെ ചില അത്ഭുതങ്ങളാണിത്. ആ വീട്ടുകാർ പറഞ്ഞു നിങ്ങൾക്കറിയണോ, ഞങ്ങളും അവരും ഒരേപോലെ കഷ്ടത്തിലാണ്, അതുകൊണ്ട് ഏറ്റവും പാവപ്പെട്ടവർക്കാണ് നൽകേണ്ടതെങ്കിൽ ഞങ്ങൾ 2 വീട്ടുകാർക്കിടയിൽ നിങ്ങൾ പകുതിയും പകുതിയും കൊടുത്തോളൂ, ഞങ്ങൾ 2 വീട്ടുകാരും കഷ്ടപ്പാടുള്ളവരാണെന്ന് ആ രണ്ടാമത്തെ വീട്ടുകാർ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു ശുദ്ധമായ അയൽപക്ക ബന്ധങ്ങൾ നമ്മളിലുണ്ടോ? ശുദ്ധമായ അയൽപക്ക ബന്ധങ്ങൾ. 20, 30, 40 അര ഏക്കറയും സെന്റുകൾ സ്ഥലങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരിക്കെ സ്വന്തം അയൽവാസിയുടെ വീടുകളിലേക്ക് 4 ചക്രമുള്ള ഒരു വാഹനം കടന്നു പോകാൻ അഹങ്കാരം കൊണ്ടോ അസൂയ കൊണ്ടോ സ്ഥലം കൊടുക്കാതെ പിശുക്കന്മാരെ ഒന്ന് മനസ്സിലാക്കണേ. എന്ത് അയൽപക്ക ബന്ധമാണ് നമ്മൾ വെച്ചു പുലർത്താറുള്ളത്? കല്യാണത്തിന് വിളിച്ചാൽ ചെന്ന് ചോറ് തിന്നു പോരുന്നതാണോ അയൽപക്ക ബന്ധങ്ങൾ? സ്വന്തം വീട്ടിന്റെ പരിസരത്തുകൂടെ അയൽവാസിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അഹങ്കാരം തോന്നിയിട്ട്, അസൂയ എന്നല്ലാതെ എന്താ പറയാ, അസൂയ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അമലുകളെ കാർന്ന് തിന്നുമെന്നാ മുത്തനബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വഴി കൊടുക്കാൻ പിശുക്ക് കാണിക്കുകയും നമ്മുടെ നാടുകൾ മുഴുവനും ഊടുവഴികളാൽ വീർപ്പ് മുട്ടുകയും ചെയ്യുമ്പോ അയൽപക്കത്തെ വീട്ടുകാർ സ്വന്തം മതിൽ ഒന്ന് മാറ്റിക്കുത്തുകയോ ഒരൽപ്പം വളവ് നിവർത്തി കൊടുക്കുകയോ ചെയ്ത് സ്വന്തം പരിസരത്തുകൂടെ കടന്നു പോകുന്നവർക്ക്, അയൽവാസികൾക്കെങ്കിലും പരിസരത്തുള്ള ആർക്കെങ്കിലും ഒരു ചെറിയൊരു 2 അടി ഭൂമിയുടെ ഉപകാരം ചോദിച്ചാൽ വായയിൽ കൊള്ളാത്ത വില പറഞ്ഞ് മനുഷ്യന്മാരെ, അയൽപ്പക്കക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവർ എന്ത് ഇസ്ലാമാ പഠിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാടുകൾ മുഴുവനും ഈ പിശുക്കന്മാരുടെ കയ്യിലാണ്. നാടുകൾ മുഴുവനും പിശുക്കന്മാരുടെ കൈകളിൽ. എന്തുകൊണ്ട്? വില പറഞ്ഞിട്ട് തരാൻ ചോദിച്ചാൽ തന്നെയും അസൂയ കൊണ്ട് നൽകില്ല എന്ന് പറയുന്നവർ, അഹങ്കാരം കൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നവർ, ഹജ്ജ് ചെയ്തിട്ടെന്ത് ഫലമാണ്, ഉംറക്ക് കൊല്ലം പോയിട്ടെന്ത് ഫലമാണ്, എന്റെ അമലാണ് നിങ്ങളുടെ സ്വീകരിക്കപ്പെടുന്നത്, എല്ലാ നന്മകളും ഖൽബിലെ അസൂയ കൊണ്ട് അള്ളാഹു കരിച്ചു കളയില്ലേ? എന്നിട്ട് നമ്മൾ പറയും അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ച്. അയൽപക്ക ബന്ധങ്ങളിൽ ഇന്ന് ആവശ്യം ഇതല്ലേ? ഒരു രോഗിക്ക് കടന്നു പോകണമെങ്കിൽ, വീട്ടുകാർക്കൊരു ആവശ്യം നടക്കണമെങ്കിൽ, എല്ലാ വീടുകൾക്കും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ ഒരു വാഹന സൗകര്യത്തിന് വേണ്ടി ഒരടി പോലും പിശുക്കിന്റെ ഊക്കുകൊണ്ട് വിട്ടുകൊടുക്കാത്ത മനുഷ്യന്മാരെ, അയൽപക്ക ബന്ധങ്ങളുടെ മാന്യതയും അതിന്റെ മഹത്വവും മുത്തനബി തങ്ങൾ പറഞ്ഞത് കേട്ടാൽ നമുക്കൊക്കെ ഈമാനുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ. എന്റെ അയൽവാസിയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പഠിപ്പിച്ചു തരികയും എന്നോട് പറഞ്ഞു തരികയും, എന്റെ അയൽവാസിക്ക് ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ അനന്തര സ്വത്ത് എടുക്കാനുള്ള അവകാശമുണ്ടാകുമോ എന്നുപോലും തോന്നുമാർ അത്രക്കും നല്ല ബന്ധമാണ്. കുടുംബ ബന്ധം ചോര ബന്ധം പോലത്തെ ബന്ധമാണ് അയൽപക്കങ്ങളിലെ ബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത അയൽപക്കക്കാരൻ ആ വീട് വിറ്റു പോകാൻ നിൽക്കുമ്പോ വീട് വാങ്ങിക്കാൻ വന്നാൾ ചോദിച്ചു, എത്രയാ വീടിന്റെ വില? അയാൾ പറഞ്ഞു, വീടിന്റെ വില 100 ദീനാറാണ്. 100 ദീനാർ. ദീനാർ സ്വർണ്ണ നാണയമാണ്, ദിർഹം വെള്ളി നാണയമാണ്. 100 ദീനാർ. അപ്പൊ 100 ദീനാറിന് കച്ചവടം ആയിട്ടില്ല. പിന്നെ 100 ദീനാർ, വേറെ ഒരു 100 ദീനാറും കൂടെ എനിക്ക് വേണം. അതെന്തിനാണെന്നറിയുമോ? അൻത ജാറുൻ ലി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവരുടെ അയൽവാസിയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവരുടെ അയൽപക്കമായതിന്റെ പേരിൽ ഒരു 100 ദീനാർ ഏറെയും വേണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവര് ഈ വിഷയം അറിഞ്ഞിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോവാണോ? ആ 100 ദിർഹം ദീനാർ ഞാൻ തരാം, നിങ്ങൾ വീട് വിറ്റ് പോവല്ലേ, ഇവിടെ തന്നെ താമസിച്ചോളൂ എന്ന് ആ അയൽവാസിക്കൊരു പൈസക്ക് ആവശ്യമായി വിഷമിച്ചപ്പോ ആ പൈസ കയ്യിൽ നിന്ന് എടുത്തുകൊടുത്ത ആലിമാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു.